പണ്ടൊക്കെ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം ആകുമ്പോൾ തന്നെ പ്ലാനിങ് തുടങ്ങും. വീക്കെൻഡ് എന്തൊക്കെ ചെയ്യണം, വെള്ളിയാഴ്ച വൈകിട്ട് ഏത് പബ്ബിൽ അല്ലെങ്കിൽ ബാറിൽ പോകണം, എവിടെയൊക്കെ പോയി വെള്ളം അടിക്കണം, ഇതൊക്കെ തന്നെയായിരുന്നു വീക്കെൻഡ് എന്ന് പറയുമ്പോൾ അന്ന്. പക്ഷേ ഇപ്പോൾ വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ പുറത്ത് പോകാനോ അല്ലെങ്കിൽ ഇങ്ങനെ പബ്ബിൽ പോകാനോ കാറെടുത്ത് ബാംഗ്ലൂരിലെ ട്രാഫിക്കിൽ പോകുന്ന കാര്യം ആലോചിക്കുമ്പോൾ തന്നെ വീട്ടിലിരിക്കാൻ തന്നെ തോന്നും, വേറെ ഒന്നും ചെയ്യാൻ തോന്നില്ല. പിന്നെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കുക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ലൈറ്റായിട്ട് ഒരുപാട് ഡിഷസ് ഒന്നും ഉണ്ടാവില്ല, കാരണം കഴിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പാത്രമെല്ലാം ഞാൻ തന്നെ കഴുകണം. അതുകൊണ്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കും, കഴിക്കും. പിന്നെ നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സീരീസ് കാണും. മനസ്സമാധാനമായിട്ട് വീക്കെൻഡ് ചിലവാക്കും. ഇതാണ് മെയിൻലി ഇപ്പോഴത്തെ ഹോബി എന്ന് പറയുന്നത്. ഇന്നിപ്പം ഉണ്ടാക്കുന്നത് ഒരു സാധാ ചിക്കൻ പെരട്ട് അല്ലെങ്കിൽ ചിക്കൻ കറി എന്ന് പറയാൻ പറ്റില്ല, റോസ്റ്റ്. അതാണ്. പണ്ട് വീട്ടിലായിരുന്നപ്പോൾ, അതായത് എൻ്റെ കുഞ്ഞിലെയൊക്കെ ഈ ചിക്കൻ മേടിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സംഭവമാണ്. കാരണം പ്രോബ്ലി ഒരു മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ 2 തവണയൊക്കെ മാത്രമേ ചിക്കൻ മേടിക്കുള്ളൂ. ഈ ചിക്കൻ മേടിക്കുന്ന ദിവസം ഭയങ്കര ഏതെങ്കിലും ഒരു ഞായറാഴ്ച ആയിരിക്കും മേടിക്കുന്നത്. അന്ന് ഭയങ്കര സന്തോഷമായിരിക്കും, കാരണം നമ്മൾ വല്ലപ്പോഴും അത് കഴിക്കുന്ന ഒരു സാധനമാണല്ലോ. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ആഴ്ചയിലൊരു മിനിമം ഒരു 5 ദിവസമെങ്കിലും എങ്ങനെ പോയാലും ചിക്കനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീറ്റ് കഴിക്കും. അത് പറഞ്ഞപ്പോഴാണ് ഈ പണ്ടൊക്കെ വീട്ടുകാരുമായിട്ട് പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നത് തന്നെ ഭയങ്കര വലിയൊരു സംഭവം. വലിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ആകെ 1-2 പ്രാവശ്യം മാത്രമേ ഞാൻ ഫാമിലിയായിട്ട് പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ടുള്ളൂ. ഇപ്പോൾ എല്ലാ ദിവസവും ഒരു 2 നേരം പുറത്തുനിന്നായിരിക്കും ഫുഡ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും ഈ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്സ്, എൻജോയ്.